ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ വിഷയം നിങ്ങളെ കൂടെ കാണിച്ചു തരാവുന്നു. ഇപ്പം ഞാൻ ഹോം ടൂർ ഡയറിയും ഹോം ടൂർ ബോക്സൊക്കെ ഇട്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറയാണ് ഹോം ടൂർ ഹോം ഇടാനായിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഇടയ്ക്കെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം ശനിയോ ഞായറോ വെള്ളിയോ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഹോം ഇടുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമായിട്ട് A4 ഷീറ്റ് പേപ്പറാണ് വേണ്ടത്. അപ്പോൾ ഗൈസ്, ഇങ്ങനത്തെ 2 A4 ഷീറ്റ് പേപ്പറാണ് വേണ്ടത്. ഒരു പേപ്പർ നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഈ പേപ്പർ നമ്മൾ ഇങ്ങനെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് മടക്കണം ഗൈസ്. കാണുന്നുണ്ടോ ഗൈസ്? നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഓക്കെ, 2ആയിട്ട് ഫോൾഡ് ചെയ്ത് മടക്കണം ഗൈസ്. ഇങ്ങനെ നമുക്ക് 2ആയിട്ട് ഫോൾഡായിട്ട് മടക്കിയിട്ടുണ്ട്. കറക്റ്റ് അളവിന് തന്നെ മടക്കിയെടുക്കണേ. ഓക്കെ, പിന്നെ നമ്മൾ പെൻസിലൊക്കെ എടുത്ത് വെക്കാൻ മറന്നുപോയി ഗൈസ്. ഓക്കെ, നമ്മൾ പിന്നെ ഈ പേപ്പറിൻ്റെ അകത്ത് ലൈറ്റായിട്ട് ഇങ്ങനെ റാ വരച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ഇരുത്തിപ്പോവാനല്ല ഗൈസ്. ഇത് കേട്ടോ, ഇങ്ങനെ വരയ്ക്കണം. കണ്ടോ ഗൈസ്? ഇങ്ങനെ റാ വരച്ചേക്കുന്നത് കണ്ടോ? ഇങ്ങനെ മല പോലെ വരച്ചേക്കുന്നത് കണ്ടോ ഗൈസ്? അപ്പോൾ ഇതുപോലെ വരയ്ക്കണം. എന്നിട്ട് നമ്മൾ അത് സിസേഴ്സ് വെച്ചിട്ട് അതേ ഇതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഗൈസ്. ഇത് കട്ട് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ ഗൈസ്? ഇങ്ങനെ റാ പോലെ ഇരിക്കും. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഇങ്ങനെയും കണ്ടെത്തിയിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ ഫസ്റ്റ് ആയിട്ടേ ഉള്ളൂ. നമുക്കിനിയും കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഇനിയും നമുക്കിവിടെ ബോർഡേഴ്സൊക്കെ വരച്ചു കൊടുക്കണം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ആവശ്യമുള്ളത് സ്റ്റിക്കേഴ്സ് പോട്ടെ കളേഴ്സ് സ്കെച്ച് പെൻസാണ്. ദിസ് ഈസ് മൈ സ്റ്റിക്കേഴ്സ് കളക്ഷൻസ് ആണ്. കുറേ ഉണ്ട്, 37 ഉണ്ട് ഗൈസ്. അത് ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് കാണിക്കുന്നതായിരിക്കും. പിന്നെ ആദ്യം തന്നെ ബ്ലാക്ക് കളറാണ് എടുക്കുന്നത്. ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇങ്ങനെ സ്കെയിൽ വെച്ച് വരയ്ക്കാം. വരയ്ക്കുന്നവർക്ക് സിമ്പിളായിട്ടും വരയ്ക്കാവുന്നതാണ്. നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ബോർഡർ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ഗൈസ്. നല്ല ലെവലായിട്ട് വരച്ചു കൊടുത്തില്ലെങ്കിൽ വരച്ചു കൊടുക്കണം ഗൈസ്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാനായിട്ടൊരു സാധ്യതയുണ്ട്. കണ്ടോ? ഞാൻ കുറച്ച് വരച്ചു. ഇനി ഈ സൈഡും കൂടെ വരയ്ക്കും. അങ്ങനെ ബോർഡേഴ്സ് കറക്റ്റാക്കി വരച്ചു. ഇനി ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട് ഗൈസ്. നമുക്കാദ്യം ഇവിടെ ഞാനൊരു വര ഇട്ട് കൊടുത്തു. കണ്ടോ? അതിനെ ചെറുതാക്കിയിട്ട് ഇത്രയുള്ളൊരു വര ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത്രയുള്ളൊരു വര, എൻ്റെ തൊണ്ട അടങ്ങിയിരിക്കുക ഗൈസ്. ഇത്രയുള്ള വര, എന്നിട്ട് ഏറ്റവും കുഞ്ഞു വര വരയ്ക്കണം ഗൈസ്. ഓക്കെ, ഇത് കണ്ടോ? ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ. ഈ ഇവിടെ സൈഡിൽ നമുക്ക് എന്ത് വേണേലും വരയ്ക്കാവുന്നതാണ് ഗൈസ്. എന്ത് വേണേലും വരയ്ക്കാം. എൻ്റെ മുഖം കാണുന്നുണ്ട്. എന്ത് വേണേലും വരയ്ക്കാവുന്നതാണ് ഗൈസ് ഈ സൈഡിൽ. ഇപ്പം ഞാൻ വിചാരിക്കുന്നു ഒരു ഹാർട്ട് വരച്ചു കൊടുക്കാമെന്ന്. ഇവിടെ ഇങ്ങനെ സൈഡിലായിട്ട് ഹാർട്ട് വരച്ചു കൊടുക്കുകയാണ് ഗൈസ്. ഓക്കെ, ഹാർട്ട് ഒരെണ്ണം വരച്ചു. രണ്ടാമത്തെയും വരച്ചു. ഹാർട്ടാന്ന് തോന്നുന്നില്ലായിരിക്കും ഗൈസ്. അപ്പോൾ മൂന്നാമത്തേതും വരച്ചു. നാലാമത്തെ വരച്ചു. അഞ്ചാമത്തെ ഉണ്ടല്ലോ.
1 2 3 ഇവിടെ കറക്റ്റായില്ല. ഒന്നും ഇവിടെയും കറക്റ്റായില്ലല്ലോ. 1 2 3 4 5 6. ഞാൻ അത്ര പടം വരപ്പിയൊന്നുമില്ല ഗൈസ്, അതുകൊണ്ടാണ്. ഒരു ലവ് പോലെ എനിക്ക് ചുവനെ വരയ്ക്കാൻ അറിയത്തില്ല. ഇങ്ങനെ നമ്മൾ അയ്യോ ഗൈസ്, നമുക്ക് പണി പാളിയിട്ടുണ്ട്. ഇങ്ങനല്ല ഗൈസ് സത്യം പറഞ്ഞ് വേണ്ടത് ഗൈസ്. കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് കുഴപ്പമില്ല. നോക്കി ഇങ്ങനെ ആയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഗൈസ്, ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത്, ഇപ്പോൾ ഹാപ്പി ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസ് എന്ന് എഴുതാം, ഹാപ്പി ഓണം ആണെങ്കിൽ ഹാപ്പി ഓണം എന്ന് എഴുതാം, എന്ത് വേണേലും എഴുതാം. ഞാനിപ്പോൾ ഓണം ആയതുകൊണ്ട് തന്നെ ഹാപ്പി ഓണം എന്നായിട്ട് എഴുതി കൊടുക്കുന്നത്. ഹാപ്പി ഓണം. ഞാൻ വിചാരിച്ചു ഇതിനൊരു 3D ലുക്ക് കൊടുത്താലോ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിന് 3D ലുക്ക് കൊടുക്കാം. എനിക്കറിയാവുന്നതാണ് ഗൈസ് കൊടുക്കുന്നത്. കുളമായിരുന്നു ഗൈസ്, കുളമായി ഗൈസ് എന്ന് എനിക്ക് തോന്നുന്നു. 3D ഒന്നും ഇങ്ങനെയല്ല. എന്തായാലും ഈ 3Dക്ക് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഗൈസ്. അടുത്ത പ്രാവശ്യം ശരിയാക്കാൻ പറ്റുവാണെങ്കിൽ ശരിയാക്കാം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ എത്ര പടം വരപ്പിയല്ല. അപ്പം എനിക്ക് അറിയാവുന്ന പോലൊക്കെയാണ് ഞാൻ വരയ്ക്കുന്നത്. കണ്ടോ, കാണുന്നുണ്ടോ? ഓക്കേന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റേ പാട്ടാണ് ഗൈസ് ഓർമ്മ വന്ന്. ദമ്യൂക്കർ എനിക്ക് ഇപ്പം ട്രെൻഡാണ് ഗൈസ്. കുളവായോ ഗൈസ്? കുളവായെങ്കിൽ നിങ്ങൾ പറയണം ഹാപ്പി ഓണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഇനി നമുക്കിവിടെ എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. ലവ് അടിച്ചു കൊടുക്കുന്നുണ്ട്. കളർ ചെയ്യുന്നില്ല അകത്ത് കളർ ചെയ്യപ്പോൾ എന്തോ പോലെ തോന്നി എനിക്ക്. ഇവിടെയും നമുക്ക് ആദ്യം ഹാപ്പി ഓണം എഴുതാം. ഹാപ്പിയുടെ അവിടെ ഈ പിരിക്ക് സ്ഥലം വന്നു. ഓക്കെ ഗൈസ്, ഇനി നമുക്കിതും 3D ആക്കണം. എങ്കിൽ ആക്കാം, അല്ലെങ്കിൽ ആക്കണ്ട. എനിക്ക് തോന്നുന്നു 3D ആക്കാം എന്ന് തോന്നി. അപ്പം ഞാൻ 3D ആക്കുവാണ്. വരയ്ക്കുന്നത് എന്തായാലും തെറ്റിപ്പോവും. 3D എന്തായാലും വരയ്ക്കുന്നത് നമുക്ക് തെറ്റിപ്പോവും, അതെനിക്കറിയാം. പക്ഷെ എന്നാലും നമുക്ക് പറ്റുന്ന പോലൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എഴുതട്ടെ, ഇനി എഴുതണം. ഇനി പി വൈസ് സത്യം പറഞ്ഞാൽ ഈ 3D ആയിട്ട് ചെയ്യുമ്പോൾ വിചാരിക്കും ഭയങ്കര സിമ്പിളായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ കളിയാക്കുമല്ല.
വരയ്ക്കാൻ അറിയാവുന്നവർക്ക് വരയ്ക്കാൻ ഭയങ്കര സിമ്പിളായിരിക്കും, അല്ലാത്തവർക്ക് ഭയങ്കര പാടായിരിക്കും. അയ്യോ സ്കെച്ച് അടിച്ചോട്ടെ. ഓക്കെ, പിന്നെ വന്നിട്ട് ഹാപ്പി ഓണം ഇത്തിരി. ഓക്കെ ഗായ്സ്, ഇങ്ങനെ നമ്മുടെ ഹാപ്പി ഓണം എന്നുള്ളൊരു കാർഡ്, ഗ്രീറ്റിംഗ് കാർഡ് സെറ്റ് ആയിട്ടുണ്ട് ഗായ്സ്. നമ്മുടെ 3D ആയിട്ടുള്ള നമുക്ക് നോക്കാം. തന്നെ ഹാപ്പി ഓണം എന്ന് എഴുതിയിടും. ഇത് അകത്ത് വരുമ്പോൾ ഹാപ്പി ഓണം. അകത്ത് ഞാൻ അങ്ങനെ ഡിസൈൻസ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ വരയ്ക്കുന്നു, കുത്തായിട്ടിങ്ങനെ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ കുത്തിങ്ങനെ ഓരോ രസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ജസ്റ്റ് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നലെ ഉണ്ടാക്കിയതാണ് ഞാൻ. തൊട്ടി പിടിച്ച് വെച്ച് ഞാൻ ഒരു ഇതുണ്ടാക്കി ഇട്ടായിരുന്നു. ഒരു ഇട്ട് കയറി ഏതേലും കീറി എടുക്കട്ടെ. ഓക്കെ ജസ്റ്റ് ഫോട്ടോ മതി. ഓക്കെ, ഞാനിങ്ങനെ ഹാപ്പി ഓണം എഴുതിയിട്ട് ഇവിടെ കണ്ടോ ജസ്റ്റ് ഒരു മഹാബലിയുടെ ഫോട്ടോ ഇവിടെ താരം ഉണ്ടായിരുന്നു ഗൈസ്. അത് ഒട്ടിയിരുന്നുകൊണ്ട് കീറിപ്പോയി. ഹാപ്പി ഓണം എഴുതി. ഞാൻ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു. എന്താ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഒരു പേപ്പർ നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. കണ്ടോ, 2 പേപ്പറായിട്ടാണ് വരുന്നത്. അതിനാണ് നമ്മൾ 2 പേപ്പറായിട്ട് എടുക്കുന്നത്. അപ്പം ഞാൻ പക്ഷേ ഇവിടെ ഒരു പേപ്പറിൽ തന്നെയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. വേണമെങ്കിൽ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇവിടെ ഒരു പേപ്പർ ഒട്ടിച്ചിട്ട് പിന്നെ പേപ്പർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ 2 ഗ്രീറ്റിംഗ് കാർഡാണ് സെറ്റാക്കി കേൾക്കുന്നത്. ഇത് ഞാൻ ഇന്നലെ ചെയ്തതാണ്. ഇത് ഞാൻ ഇപ്പം ചെയ്തതും കൂടാണ്. അപ്പോൾ 2 ഗ്രീറ്റിംഗ് കാർഡാണ് ഓണത്തിൻ്റെ ആയിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ ക്രിസ്മസിൻ്റെ ചെയ്തൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ക്രിസ്മസിൻ്റെ ഇതാണ് ഗൈസ്. ഉണ്ടോ, ഹാപ്പി ക്രിസ്മസ്. അടുത്തതും ഇങ്ങനെ തന്നെ ഹാപ്പി ക്രിസ്മസ്. ഒരു ട്രീ ഉണ്ട്. ഇത് ഗൈസ്, ഇത് ഞാൻ നിങ്ങളെ പിന്നെ കാണിച്ചു തരാം. ന്യൂ ഇയറിൻ്റെ കാർഡാണ്. ഹാപ്പി ക്രിസ്മസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ്. കണ്ടോ, ഇവിടെ ഞാൻ ലവിൻ്റെ ചിഹ്നം മുക്കി ഒട്ടിച്ചിട്ടുണ്ട്. ഹാപ്പി ക്രിസ്മസ് ഈ ബോർഡറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അങ്ങനെ 2 എണ്ണമാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. 2 എണ്ണമാണ് ഹാപ്പി ഓണത്തിന് ഉണ്ടാക്കി വെക്കുന്നത്. ഇനിയും 2 എണ്ണം കൂടെ ഉണ്ടാക്കണം ഗൈസ്. നമുക്ക് ഞാൻ വിചാരിക്കുന്നു ഈ 2 പേപ്പറിൽ തന്നെ ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല, പിന്നെ ഉണ്ടാക്കാം. ഇതൊക്കെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഭയങ്കര കുറച്ച് സമയമൊക്കെ ആവും. അപ്പം ഞാൻ കട്ട് ചെയ്ത പോർഷൻ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് വരയ്ക്കുന്നതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വ്ളോഗ് വരുന്നിടം വരെ ബൈ ബൈ.